ഓഹരി വിപണി മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: റിലയൻസ് ഇൻഡസ്ട്രീസ്. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയുടെ മൂന്നാം പാദഫലങ്ങൾ നാളെ, അതായത് ജനുവരി 16-ന് പുറത്തു വരികയാണ്. ഈ റിസൾട്ടിന് ഇത്തവണ വലിയൊരു പ്രത്യേകതയുണ്ട്. 2026 തുടങ്ങി വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ റിലയൻസിന്റെ ഓഹരി വില ഏകദേശം 7 മുതൽ 8% വരെയാണ് ഇടിഞ്ഞത്. നിക്ഷേപകർക്ക് നഷ്ടമായത് ഏകദേശം 1.4 ലക്ഷം കോടി രൂപ. റഷ്യൻ ക്രൂഡ് ഓയിൽ പ്രശ്നങ്ങളും റീറ്റെയിൽ ബിസിനസ്സിലെ മെല്ലെപ്പോക്കൊക്കെയാണ് ഈ വീഴ്ചയ്ക്ക് കാരണമായി പറയുന്നത്. പക്ഷേ ഈ വീഴ്ചയിൽ പേടിക്കേണ്ടതുണ്ടോ, അതോ ഇതൊരു അവസരമാണോ? ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പറയുന്നത് 2026 റിലയൻസിനെ സംബന്ധിച്ച് ഇയർ ഓഫ് കാറ്റലിസ്റ്റ് അഥവാ വലിയ മാറ്റങ്ങളുടെ വർഷമായിരിക്കും എന്നാണ്. നാളെ വരുന്ന കണക്കുകളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം വരുമാന കണക്കുകൾ നോക്കാം. അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2,57,38 കോടി രൂപയുടെ വരുമാനമാണ്. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1% വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ലാഭം 6% വർധനവോടെ ഏകദേശം 19,271 കോടി രൂപ റിപ്പോർട്ട് ചെയ്തേക്കാം. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവ് താരതമ്യം ചെയ്യുമ്പോൾ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. ഇത്തവണ റിലയൻസിനെ രക്ഷിക്കാൻ പോകുന്നത് അവരുടെ ഓയിൽ ടു കെമിക്കൽസ് അഥവാ O2C ബിസിനസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റിഫൈനിങ് മാർജിൻ ബാരലിന് $13 മുകളിൽ നിൽക്കുന്നത് കമ്പനിക്ക് വലിയ ആശ്വാസമാണ്. ഗോൾഡ്മാൻ സാക്ക് ഒക്കെ പറയുന്നത് ഈ വിഭാഗത്തിൽ നിന്ന് മാത്രം 16% വളർച്ച പ്രതീക്ഷിക്കാം എന്നാണ്. പക്ഷേ റിലയൻസ് റീറ്റെയിൽ അല്പം ക്ഷീണത്തിലാണ്. ഉത്സവ സീസണിലെ മാറ്റങ്ങളും ജിയോമാർട്ടിലെ ചില നഷ്ടങ്ങളും GST നിരക്ക് കുറഞ്ഞതുമൊക്കെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട്. റീറ്റെയിൽ വിഭാഗത്തിൽ വലിയൊരു അത്ഭുതം നാളെ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ജിയോയുടെ വിശേഷങ്ങളാണ്. ജിയോ IPO 2026 പകുതിയോടെ ഉണ്ടാകുമെന്നൊരു സൂചനയുണ്ട്. നാളത്തെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ എന്നും വിപണി ഉറ്റുനോക്കുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റിലയൻസിനെ ട്രാക്ക് ചെയ്യുന്ന 37 അനലിസ്റ്റുകളിൽ 35 പേരും ഓഹരി വാങ്ങാം എന്ന അഭിപ്രായക്കാരാണ്. മോർഗൻ സ്റ്റാൻലി പറയുന്നത് ഓഹരി വില 1,847 രൂപ വരെ എത്താമെന്നാണ്. അതായത് ഇപ്പോഴത്തെ വിലയിൽ നിന്ന് ഏകദേശം 20% വർധനവ്. ചുരുക്കത്തിൽ നാളത്തെ റിസൾട്ട് റിലയൻസിന് നിർണായകമാണ്. ഈ വീഴ്ചയിൽ നിന്ന് കരകയറാൻ മുകേഷ് അംബാനിക്ക് കഴിയുമോ എന്ന് നാളെ അറിയാം. അതുപോലെ തന്നെ IT വമ്പന്മാർ വിപ്രോയും ടെക് മഹീന്ദ്രയും നാളെയാണ് കണക്കുകൾ പറയുന്നത്. IT മേഖല തിരിച്ചു പിടിക്കുമോ എന്നറിയാൻ എല്ലാവരും ഈ ഓഹരികളിലേക്കും ഉറ്റുനോക്കുന്നുണ്ട്. ഇതുകൂടാതെ ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് ഫെഡറൽ ബാങ്കും ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ടാറ്റ ടെക്നോളജീസും നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു അവസരമായേക്കാമെങ്കിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനുമായി തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതുണ്ട്. നന്ദി.